തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി കുടുംബം. വെള്ളനാട് ശശി ഉൾപ്പെടെ ബാങ്കിലെ ചില ജീവനക്കാർ നടത്തിയ ഗൂഢാലോചനയാണ് മോഹനന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ആരോപണം. മുണ്ടേല സഹകരണ ബാങ്ക് തകരുമെന്ന് വ്യാജ പ്രചരണം നടത്തി നിക്ഷേപകരുടെ പണം പിൻവലിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിലും ഗൂഢാലോചന നടന്നതായി വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും കുടുംബം പുറത്തുവിട്ടു. മുണ്ടേല രാജീവ് ഗാന്ധി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനനെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെയാണ് വെള്ളനാട് ശശിക്കും ബാങ്കിലെ 5 ജീവനക്കാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. ആദ്യത്തെ പേര് വെള്ളനാട് ശശിയുടെയാണ്, രണ്ടാമത്തത് കാട്ടാക്കട AR ബിനിലിന്റെ പേരാണ്, പിന്നെ മൂന്നാമത്തത് മഞ്ജു, അവിടുത്തെ ബാങ്കിലെ അക്കൗണ്ടന്റ് ആണ് മഞ്ജു, പിന്നെ അശ്വതി അതായത് മായ എന്നും പറയുന്നുണ്ട്, പിന്നെ ശ്രീജ, അർച്ചന. ഇവർ 6 പേരുടെ പേരാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളത്. വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവർ 6 പേരും കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ ബാങ്ക് തകരാനുള്ള കാരണവും അച്ഛനെ ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കാനുള്ള കാരണം എന്നുള്ളത് ആത്മഹത്യക്കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. 56 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്ന ബാങ്ക് തകരാൻ പോകുകയാണെന്ന വ്യാജ പ്രചാരണം നടത്തി. ഇതോടെ നിക്ഷേപകർ കൂട്ടമായി എത്തി പണം പിൻവലിച്ചു. മുണ്ടേല മോഹനെ ഇത് മാനസികമായി തളർത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. കുറിപ്പിലുള്ള 4 സ്റ്റാഫിനെ വെച്ചിട്ട് തന്നെ ഓറൽ പബ്ലിസിറ്റി കൊടുക്കുമായിരുന്നു ബാങ്ക് തകരാൻ പോവുകയാണെന്ന് പറഞ്ഞു കേട്ട ആൾക്കാരും എല്ലാവരും വന്നിട്ട് ഈ ഡെപ്പോസിറ്റ്സ് എല്ലാം തിരിച്ചെടുക്കാൻ തുടങ്ങി. അച്ഛൻ്റെ പേരിൽ കള്ളക്കേസുകൾ വരാൻ തുടങ്ങിയതും അച്ഛനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയതും അപ്പോഴാണ്. ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കുടുംബത്തോടുകൂടി തകർക്കുക എന്നുള്ള. ഈ വെള്ളനാട് ശശി ഡെയിലി വീട്ടിൽ വരുമായിരുന്നു. അമ്മ ഒറ്റയ്ക്കുള്ള സമയത്താണെങ്കിൽ പോലും ഇവിടെ വീടിൻ്റെ വാതിക്കൽ വന്ന് കിടക്കും രാത്രിയാകുമ്പോഴും. വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വെള്ളനാട് ശശി പെരുമാറിക്കൊണ്ടിരുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടേല മോഹനൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വെള്ളനാട് ശശി ബാങ്ക് തകർക്കാൻ ഗൂഢാലോചന നടത്തിയതായി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. സുഹൃത്തുക്കളോടും ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള ഒരു അജണ്ടയോടുകൂടി ഇറങ്ങിയ ഒരു 3-4 ജീവനക്കാരും ഈ വെള്ളനാട് ശശിയെ പോലുള്ള നേതാക്കന്മാരും ചേർന്നുള്ള ഗൂഢാലോചനയുടെ പിന്നിൽ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് അത് മാനസികമായി വളരെയധികം തകർത്തി. ലാസ്റ്റ് പുള്ളിയാറ്റ് മരിക്കുന്നതിൻ്റെ തലയ്ക്ക് ദിവസം രാവിലെ ഞാനും പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ വീട്ടിൽ ഉണ്ടായിരുന്നു. സംസാരിച്ചിട്ടാണ് പുള്ളി പിരിഞ്ഞത്. അസ്വാഭാവിക മരണത്തിന് അരുവിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഗൂഢാലോചന സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മോഹനന്റെ കുടുംബം. ജനം, തിരുവനന്തപുരം.